ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ചലനത്തിലും പിന്നിൽ എന്ന് പറയുന്ന ബയോളജിയിലെ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിനകത്ത് നമ്മൾ വിവിധ തരം ചലനങ്ങൾ അല്ലെ, മനുഷ്യന്മാരുടെ ചലനങ്ങൾ, ജന്തുക്കളുടെ ചലനങ്ങൾ, പക്ഷികളിലെ ചലനങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള ജീവികളില്, സസ്യങ്ങളില്, സൂക്ഷ്മജീവികളിലൊക്കെയുള്ള ചലനങ്ങൾ. ഈ ചലനത്തിന് നമ്മളെ സഹായിക്കുന്ന വിവിധ തരം പേശികൾ ഉണ്ടായിരുന്നു അല്ലെ, അസ്ഥികള്. വിവിധ തരം ജീവികൾക്ക് വിവിധ തരത്തിലുള്ള അസ്ഥി കൂടങ്ങൾ അല്ലെ, ബാഹ്യാസ്ഥികൂടം ഉണ്ടായിരുന്നു, ആന്തരാസ്ഥികൂടം ഉണ്ടായിരുന്നു അല്ലെ, ഹൈഡ്രോസ്കെലിട്ടൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറൊരു വിഭാഗം പഠിച്ചു അല്ലെ, മണ്ണിരക്കൊക്കെ ഉള്ളതുപോലെ. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, പിന്നെ നമ്മൾ അസ്ഥിയും തരുണാസ്ഥിയും പഠിച്ചു അല്ലെ, ലാസ്റ്റ് നമ്മൾ അവിടെയാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സന്ധികളെ പറ്റിയിട്ടാണ്, ജോയിൻസ്, അസ്ഥിസന്ധികളെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അസ്ഥിസന്ധികൾ എന്താ? അസ്ഥിസന്ധികൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. സന്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സന്ധികളിലെ വേദനകൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. രണ്ട് എല്ലുകൾ, രണ്ട് ബോൺസ്, രണ്ട് അസ്ഥികൾ തമ്മിൽ കൂടിച്ചേരുന്നതിനെയാണ് സന്ധി എന്ന് പറയുന്ന ഭാഗം അല്ലെ. അപ്പൊ ഇവിടെ ഒരു സന്ധി ഉണ്ട് അല്ലെ, ഇവിടുത്തെ ഒരു എല്ലും കൂടെ കൂടിച്ചേരുന്ന ഒരു സന്ധി അവിടെയുണ്ട്. അങ്ങനെ കാൽമുട്ടിലൊരു സന്ധി ഉണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അല്ലെ, ഇവിടെ ഒരു സന്ധി ഉണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് സന്ധികളുണ്ട്. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. ഓക്കെ, ഒരസ്ഥിയിൽ നിന്ന് അല്ലെ, ഇവിടെ അക്ഷാസ്ഥികൂടം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു, ഇവിടെ അനുബന്ധാസ്ഥികൂടം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഈ അക്ഷാസ്ഥികൂടവും അനുബന്ധാസ്ഥികൂടവും, അക്ഷാസ്ഥികൂടത്തിലെ എല്ലുകൾ പരസ്പരവും അനുബന്ധാസ്ഥികൂടത്തിലെ എല്ലുകൾ പരസ്പരവും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ത് വഴിയാണ്? സന്ധികൾ വഴിയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിലൂടെ ചലനം സുഗമമാകുന്നു അല്ലെ. അങ്ങനെ ആ അസ്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ കൈ അനക്കണം എന്നുണ്ടെങ്കിൽ ഈ ജോയിന്റ് ആണല്ലേ നമ്മൾ അനക്കുന്നത്. ഈ ജോയിന്റ് അനക്കുമ്പോഴാണ് ഈ കൈ അനക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ കൈക്ക് ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്, ആ ജോയിന്റ് അനക്കുമ്പോഴാണ് നമുക്ക് ഈ വിരൽ അനക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ചലനം സാധ്യമാക്കുന്നതിന് ഈ ജോയിന്റുകൾക്ക് വളരെ വലിയ, അല്ലെങ്കിൽ ഈ സന്ധികൾക്ക്, അസ്ഥിസന്ധികൾക്ക് വലിയ പ്രാധാന്യം തന്നെ ഉണ്ട്. അസ്ഥിസന്ധിക്ക് ചില സവിശേഷതകളുണ്ട്. എല്ലാ അസ്ഥിസന്ധികളും ഒരുപോലെയാണോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെയുള്ള അസ്ഥിസന്ധിയും ഇവിടെയുള്ള അസ്ഥിസന്ധിയും, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് പല തരത്തിലുള്ള അസ്ഥിസന്ധികളാണുള്ളത്. അപ്പം ആ സന്ധികളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഒരു അസ്ഥിസന്ധി എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചേർന്നതാണ് ഒരു അസ്ഥിസന്ധി അല്ലെ? രണ്ട് അസ്ഥികൾ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നതിനാണ് ഒരു അസ്ഥിസന്ധി എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ ഒരു രണ്ട് അസ്ഥികൾ തമ്മിൽ ബന്ധപ്പെട്ടതിനല്ലേ അസ്ഥിസന്ധി എന്ന് പറയുന്നത്. ഇവിടെ ഒരു അസ്ഥി ഉണ്ട് അല്ലെ, ഈ അസ്ഥി നിങ്ങൾ കണ്ടു, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അസ്ഥിന്റെ അറ്റത്തായിട്ട് എന്ത് കാണാറുണ്ട്? കൈമുട്ടിലെയും കാൽമുട്ടിലെയും ഒക്കെ അസ്ഥിയുടെ അറ്റത്തായിട്ട് തരുണാസ്ഥി കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ നീല കളറിൽ കാണിച്ചിട്ടുള്ളത് എന്താണ്? തരുണാസ്ഥിയാണ് അല്ലെ, തരുണാസ്ഥിയാണ്. കാരണം എന്തിനു വേണ്ടിയിട്ടാ തരുണാസ്ഥി ഇരിക്കുന്നത്? രണ്ട് അസ്ഥികൾക്കിടയിൽ എന്തുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് അസ്ഥികളുടെ ഇടയിൽ തരുണാസ്ഥി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ രണ്ട് അസ്ഥികൾ ചേരുന്ന ഒരു സന്ധിയാണിത്, ഈ അസ്ഥിസന്ധി. നിങ്ങൾ നോക്കിക്കേ, രണ്ട് എല്ലുകളെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സംഭവമുണ്ട്, അതാണ് ലിഗമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഭാഗത്തിന് നമ്മൾ എന്തായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്? ടെൻഡൺ എന്നായിരുന്നു വിളിച്ചിട്ടുള്ളത് അല്ലെ. ഒരു മസിലിന് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്ത്, അല്ലെങ്കിൽ ഒരു പേശിയെ അസ്ഥിയുമായിട്ട് അറ്റാച്ച് ചെയ്ത് ബന്ധിപ്പിച്ചതിനെ പറയുന്ന പേരാണ് ടെൻഡോൺ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ലിഗമെന്റ് എന്താന്ന് നോക്കിയേ, രണ്ട് അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന അതിനെയാണ്, ആ ഒരു ഘടനയാണ് നമ്മൾ ലിഗമെന്റ് എന്ന് പറയുന്നത്. ലിഗമെന്റ് ക്ലിയർ ആയോ? ലിഗമെന്റ് എന്താണ്? രണ്ട് അസ്ഥികളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ച് നിർത്തുന്നതിനാണ് ലിഗമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്, തരുണാസ്ഥി അല്ലെ. തരുണാസ്ഥി ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലുകളുടെ അറ്റത്ത് എന്ത് കാണാറുണ്ട്? തരുണാസ്ഥി കാണാറുണ്ട്. പിന്നെ ഇവിടെ ഒരു സൈനോവിയൽ സ്ഥലമുണ്ട്, കേട്ടിട്ടുണ്ടോ വാക്ക്? സൈനോവിയൽ സ്ഥലം, സൈനോവിയൽ സ്ഥലമുണ്ട്. ആ സൈനോവിയൽ സ്ഥലം എന്തിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? സൈനോവിയൽ ദ്രവത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സൈനോവിയൽ സ്ഥലം
സൈനോവിയൽ ദ്രവത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് നിങ്ങൾക്ക് അറിയാം, ഇത് അസ്ഥിയാണ് അല്ലെ. മേലെയും താഴെയും എന്തുണ്ട്? അസ്ഥിയുണ്ട്. രണ്ട് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അസ്ഥി സന്ധിയാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. രണ്ട് എല്ലുകളെ പരസ്പരം ലിഗമെന്റ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, ബന്ധിപ്പിച്ചിട്ടുണ്ട്. ക്യാപ്സ്യൂൾ ഉണ്ട്, തരുണാസ്ഥി അല്ലെ, എല്ലുകളുടെ അറ്റത്തായിട്ട് സന്ധികളിൽ എന്തുണ്ട്? തരുണാസ്ഥി ഉണ്ട്. സൈനോവിയൽ സ്ഥലമുണ്ട്. സൈനോവിയൽ സ്ഥലം സൈനോവിയൽ ദ്രവത്തെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചിത്രം കാണുമ്പോൾ അസ്ഥിസന്ധിയുടെ ഈ ഒരു ഘടനയിൽ നിന്നും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ട് അസ്ഥികളെയും ബന്ധിപ്പിച്ച് ലിഗമെന്റുകൾ കാണപ്പെടുന്നു. നമ്മൾ ഒന്നാമത് പഠിച്ച കാര്യം എന്താണ്? ഈ ഒരു അസ്ഥിയെയും ഈ അസ്ഥിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് എന്തുണ്ട്? ലിഗമെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട്. രണ്ട് അസ്ഥികളെ കണക്ട് ചെയ്തുകൊണ്ട്, രണ്ട് അസ്ഥികളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലിഗമെന്റ് കാണപ്പെടുന്നുണ്ട്. ഇതിനുള്ളിലായി കാണപ്പെടുന്ന ക്യാപ്സ്യൂൾ അസ്ഥികളുടെ സുഗമമായ ചലനത്തിന് സഹായിക്കുന്നു. അപ്പൊ ലിഗമെന്റിന്റെ ഉള്ളിൽ ആരാണുള്ളത്? ക്യാപ്സ്യൂൾ ഉണ്ട് അല്ലെ, ക്യാപ്സ്യൂൾ ഉണ്ട്. ഓരോ അസ്ഥിയുടെയും അഗ്രഭാഗത്തെ പൊതിഞ്ഞ് തരുണാസ്ഥി കാണപ്പെടുന്നു. ഇത് അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നു. ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ, അസ്ഥിന്റെ അറ്റത്ത് എന്തുണ്ട്? തരുണാസ്ഥി ഉണ്ട്. അത് ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. സന്ധിയിലെ രണ്ട് അസ്ഥികൾക്കിടയിൽ കാണുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. ഇതും അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നു. അപ്പം ഒരു സന്ധിയിൽ, ഒരു അസ്ഥി സന്ധിയിൽ രണ്ട് അസ്ഥികൾ തമ്മിലുള്ള ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഉപാധികളാണുള്ളത്. ഒന്ന് ഏതായിരുന്നു? തരുണാസ്ഥി ഉണ്ട് അല്ലെ, എല്ലുകളുടെ അറ്റത്തായിട്ട്, അസ്ഥികളുടെ അറ്റത്തായിട്ട് തരുണാസ്ഥി ഉണ്ട്. രണ്ടാമത് ഒരു സംഭവം ഉള്ളതാണ് നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്, ദാറ്റ് ഈസ് സൈനോവിയൽ ദ്രവം. സൈനോവിയൽ ദ്രവം. സൈനോവിയൽ ദ്രവത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് സൈനോവിയൽ സ്തരത്തിലെ സൈനോവിയൽ കോശങ്ങളാണ്. സൈനോവിയൽ ദ്രവം ആരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? സൈനോവിയൽ സ്തരമാണ്. സൈനോവിയൽ സ്തരത്തിലുള്ള കോശങ്ങളെ സൈനോവിയൽ കോശങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൈനോവിയൽ കോശങ്ങളാണ് സൈനോവിയൽ ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ശരീരത്തിലെ എല്ലാ അസ്ഥിസന്ധികളും ഒരുപോലെയല്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തുള്ള അസ്ഥിസന്ധിയും ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമാണ്. അത് ഏതൊക്കെ തരത്തിലുള്ളതാണെന്ന് നമുക്ക് ഇനി ഒരു സ്ലൈഡിൽ നോക്കാനുണ്ട്. ധർമ്മത്തിനനുസരിച്ച് അസ്ഥിസന്ധികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ അസ്ഥിസന്ധിയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ലിഗമെന്റ് ഉണ്ട്, രണ്ട് അസ്ഥികളെ കണക്ട് ചെയ്തിട്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് ക്യാപ്സ്യൂൾ ഉണ്ട്. എല്ലുകളുടെ അറ്റത്തായിട്ട് തരുണാസ്ഥി ഉണ്ട്. തരുണാസ്ഥി ഇത് തമ്മിലുള്ള ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ സൈനോവിയൽ സ്തരമുണ്ട്. സൈനോവിയൽ സ്തരത്തിൽ സൈനോവിയൽ കോശങ്ങളുണ്ട്. ആ കോശങ്ങളാണ് സൈനോവിയൽ ദ്രവം ഉണ്ടാക്കുന്നത്. ആ ദ്രവവും രണ്ട് എല്ലുകൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സന്ധികളും ഒരുപോലെ അല്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണ്, വിവിധ തരം അസ്ഥി സന്ധികൾ. പല തരത്തിലുള്ള അസ്ഥി സന്ധികളെ പറ്റിയിട്ടാണ് നോക്കുന്നത്. സോ ആദ്യത്തെ അസ്ഥി സന്ധിയുടെ പേരാണ് ഗോളരസന്ധി. എന്താണ്? ഗോളരസന്ധി. ഇംഗ്ലീഷിൽ അതിനെ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയും. ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധി എന്നാണ് അർത്ഥം. സോ ഗോളരസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഒരു സോക്കറ്റ് ഉണ്ടാവും. ഇവിടെ നമ്മൾ പ്ലഗിലൊക്കെ സോക്കറ്റിൽ കുത്തൂലേ, ചാർജറൊക്കെ സോക്കറ്റിലേക്ക് കുത്തുന്നില്ലേ ഫോണിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്വിച്ച് ബോർഡിൽ ഉണ്ടാവും അല്ലെ, അപ്പൊ അതിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കുക ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെയും ഒരു സോക്കറ്റ് ഉണ്ട്. ഈ സോക്കറ്റിന് ഒരു ബോള് പോലത്തെ ഒരു അല്ലെ, ഉരുണ്ടിരിക്കുന്ന ഒരു ബോള് പോലത്തെ ഒരു എൻഡ് ഉണ്ട്. ഈ ബോള് പോലത്തെ എൻഡ് കയറാൻ പാകത്തിനുള്ള ഒരു സോക്കറ്റാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അങ്ങനെ ഈ ഒരു സോക്കറ്റിലേക്ക് ഈ ബോള് പോലത്തെ അറ്റം നിൽക്കുന്ന ഈ ഒരു സന്ധിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോളരസന്ധി. എന്താ പറയാ?
ഗോളരസന്ധി. ഗോളരസന്ധി ക്ലിയർ ആയോ? ആ ഒരു സോക്കറ്റും ഉണ്ടാവും, ആ ഒരു ഗോളാകൃതിയിലുള്ള ഒരു അറ്റവും ഉണ്ടാവും. അപ്പൊ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്ന് പറയാം. അപ്പൊ ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഈ ഹ്യൂമറസ് എന്നാ ഈ എല്ലിനെ പറയുന്നത്. ഈ എല്ലിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ സോക്കറ്റിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു സന്ധിയാണ് ഗോളരസന്ധി എന്ന് പറയുന്നത്. ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഷോൾഡർ നിങ്ങൾ നോക്കിയാൽ നമുക്ക് കൈ പൊക്കാൻ പറ്റും, കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും, കൈ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും അല്ലെ? ഒരുപാട് കാര്യം നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും, കൈ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് വിവിധ തലങ്ങളിൽ അല്ലെ, വിവിധ പ്ലെയിനുകളിലായിട്ട് വിവിധ തലങ്ങളിൽ ചലനം സാധ്യമാക്കുന്നു. വിവിധ പ്ലെയിനുകളിൽ നിന്നും എഴുതാം, വിവിധ പ്ലെയിനുകളിൽ നിന്നും എഴുതാം. അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇതിന്റെ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? തോളിലെ സന്ധി അല്ലെ? തോളിലെ സന്ധി ഒരു ഉദാഹരണമാണ് അല്ലെ? ഷോൾഡർ ജോയിന്റ് എന്ന് പറയും, ഷോൾഡർ ജോയിന്റ്. ഓക്കെ, അതാണ് ഗോളരസന്ധി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തൊരു ടൈപ്പ്. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പഠിച്ചു നിർത്തി. എന്താ ഫസ്റ്റ് ടൈപ്പിൽ പഠിച്ചത്? ഗോളരസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സോക്കറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ ഒരു ബോൾ പോലത്തെ ഒരു എൻഡ് ഉണ്ടാവും. ഈ രണ്ട് എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് ചേർന്ന് നിൽക്കുന്നതിനാണ് ഗോളരസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ഗോളരസന്ധി. ഇനി അടുത്തൊരു സന്ധിയാണ്, ദാറ്റ് ഈസ് വിജാഗിരി സന്ധി. വിജാഗിരി സന്ധി എന്ന് പറയുന്നത് ഹിഞ്ച് ജോയിന്റ് ആണ്. വിജാഗിരി സന്ധി ഏതാ? ഹിഞ്ച് ജോയിന്റ് ആണ്. ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കൈമുട്ട് നോക്കിക്കേ, അല്ലെങ്കിൽ കാൽമുട്ട് നോക്കിക്കേ. നമുക്ക് കൈ മടക്കാം, നിവർത്താം അല്ലെ? ഒറ്റ പ്ലെയിനിൽ അല്ലെ? നമുക്ക് വേറെ ഒരു മൂവ്മെന്റും കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കൈ ഇങ്ങനെ തിരിക്കുന്നു എന്ന് പറയുന്നു, അത് ഈ ജോയിന്റ് അല്ല, അത് ഈ ജോയിന്റ് കാരണമാണ് തിരിയുന്നത്. ഇവിടുത്തെ ജോയിന്റിൽ നമുക്ക് കൈ മടക്കാനും നിവർത്താനേ പറ്റുള്ളൂ. കൈ തിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ജോയിന്റ് അല്ല വർക്ക് ചെയ്യുന്നത്, ഈ ജോയിന്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സന്ധി അല്ലെ, നമ്മൾ എങ്ങനെയാ വാതിലിന്റെ വിജാഗിരി എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് വാതിൽ? എങ്ങനെ നമുക്ക് അടയ്ക്കാനും പറ്റും, തുറക്കാനും പറ്റും അല്ലെ? തുറക്കുക, അടയ്ക്കുക, ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാനും പറ്റും, ഇങ്ങനെ ചെയ്യാനും പറ്റും. ഒറ്റ തലത്തിലുള്ള ചലനം മാത്രമേ ഈ ഒരു വിജാഗിരി സന്ധി അല്ലെ, വാതിൽ തുറക്കുന്നോ അടയ്ക്കുന്നോ പോലെ ആലോചിച്ചാൽ മതി. ഇങ്ങനെ ചെയ്യാനും പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഒരൊറ്റ തലത്തിലുള്ള ചലനം സാധ്യമാക്കുന്നു. ഒറ്റ തലത്തിലുള്ള ചലനം സാധ്യമാക്കുന്നു. അതാണ് വിജാഗിരി സന്ധി. അതിന്റെ ഒരു എക്സാമ്പിൾ ഏതാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്? കൈമുട്ട് അല്ലെ? കൈമുട്ടിലെ സന്ധി അല്ലെ? കൈമുട്ടിലെ സന്ധി എന്താണ്? ഗോളരസന്ധി, വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ്. തോളിലെ സന്ധി ഏതാണ്? അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റ് ഏതാണ്? ഗോളരസന്ധിക്ക് ഉദാഹരണമാണ്. അത് വിവിധ തലങ്ങളിൽ അല്ലെ, നമുക്ക് കറക്കാൻ വരെ പറ്റും. ഇതൊന്നും നമുക്ക് കറക്കാൻ പറ്റില്ല, ഒറ്റ പ്ലെയിനിൽ മാത്രം ഇങ്ങനെ മൂവ്മെന്റ് മാത്രമേ പറ്റുള്ളൂ. അതാണ് വിജാഗിരി സന്ധി. ഇനി അടുത്തൊരു ടൈപ്പാണ്, ദാറ്റ് ഈസ് കീലസന്ധി. ഏതാണ്? കീലസന്ധി. എന്താ കീലസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിനെ പിവോട്ട് ജോയിന്റ് എന്ന് പറയും. കീലസന്ധി എന്ന് പറയുന്നത് അറ്റ്ലസും ആക്സിസും തമ്മിലുള്ള ഒരു ജോയിന്റ്. ഇവിടെയുള്ള രണ്ട് വേർട്ടിബ്ര അറ്റ്ലസും ആക്സിസും തമ്മിലുള്ള ഒരു ജോയിന്റ് ആണ്. അത് നമുക്ക് കഴുത്ത് ഇങ്ങനെ കറക്കാൻ സഹായിക്കുന്നില്ലേ? ഇങ്ങനെ കറത്തുള്ള റൊട്ടേഷണൽ മൂവ്മെന്റ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. റൊട്ടേഷണൽ മൂവ്മെന്റ് കഴുത്ത് കറക്കാൻ വേണ്ടിയിട്ട് അല്ലെ? എന്താണ്? കറക്കൽ മൂവ്മെന്റ്, കറക്കൽ ചലനം സാധിക്കുന്നു അല്ലെ? കറക്കൽ ചലനം. എക്സാമ്പിൾ ആണ് അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ്. അറ്റ്ലാന്റോ ആക്സിയൽ സന്ധി എന്ന് പറയും അല്ലെ? അറ്റ്ലാന്റോ ആക്സിയൽ സന്ധി കീലസന്ധിക്ക് ഉദാഹരണമാണ്. ഇങ്ങനെ കഴുത്ത് കണ്ടോ? നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് കറക്കാൻ പറ്റുന്നില്ലേ? അത് കീലസന്ധി ആയിട്ടുള്ള ജോയിന്റ് അല്ലെ? കീലസന്ധി എന്ന് പറയുന്ന സന്ധി പ്രകാരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
ഇനി ഒരു സാധനമുണ്ട്, ഗ്ലൈഡിംഗ് ജോയിന്റ് അഥവാ തെന്നി നീങ്ങുന്ന സന്ധി. തെന്നി നീങ്ങുന്ന സന്ധി. തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എന്താണ്, സന്ധി ചേരുന്ന ഭാഗം എന്താണ്? പരന്ന സന്ധി ചേരുന്ന ഭാഗം. അതാണ് ഇതിന്റെ പ്രത്യേകത. എന്താണ് ഇതിന്റെ സന്ധികൾ ചേരുന്ന, അതായത് ഇവിടുത്തെ കൈകൾ നിങ്ങൾ നോക്കി, ഇവിടുത്തെ സന്ധികൾ ചേരുന്ന ഭാഗം, ഈ ഇവിടെ രണ്ട് എല്ലുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗം എന്ന് പറയുന്ന പരന്നിരിക്കും. ഓക്കെ, ഇവിടെ ഒക്കെ നിങ്ങൾ നോക്കിക്കേ ഉരുണ്ടായിരിക്കുന്നത്, കണ്ടോ, ഉരുണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ മാത്രം നിങ്ങൾ നോക്കിയാൽ എന്താണ്, ഇവിടെ പരന്ന സന്ധി ചേരുന്ന ഭാഗമാണ് ഉള്ളത്. ഓക്കെ, അതാണ് പരന്ന സന്ധി ചേരുന്ന ഭാഗം. അതിന്റെ എക്സാമ്പിൾ ആണ് കാർപ്പൽ സന്ധികൾ. ഓക്കെ, കാർപ്പൽ സന്ധികള് പരന്ന സന്ധി ചേരുന്ന, പരന്ന എല്ലുകളാണ് സന്ധി ചേരുന്ന ഭാഗത്തുള്ളത്. അതാണ് തെന്നി നീങ്ങുന്ന സന്ധി അല്ലെങ്കിൽ ഗ്ലൈഡിംഗ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഗോളര സന്ധി എന്ന് പറയുന്നത് എന്താണ്, വിവിധ തലങ്ങളിൽ അതിന് ചലനം സാധ്യമാക്കുന്നുണ്ട്. ഷോൾഡറിലൊക്കെ സന്ധി അല്ലെ, നമ്മുടെ തോളിലെ സന്ധി. വിജാഗിരി സന്ധി ഉണ്ട്, കീലസന്ധി ഉണ്ട്, തെന്നി നീങ്ങുന്ന സന്ധി. 4 തരത്തിലുള്ള സന്ധികൾ പഠിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ട പേരുകളാണ് ഗോളര സന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി ആൻഡ് തെന്നി നീങ്ങുന്ന സന്ധി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ശരീര വളർച്ചയും അസ്ഥികളുടെ വികാസവും. നമ്മുടെ ശരീരം വളരുന്നുണ്ട് അല്ലെ, നമ്മുടെ ശരീരം എങ്ങനെ, നമ്മളിപ്പോ ചെറിയ കുട്ടിയായിരുന്ന സമയത്തുള്ള ശരീരമാണോ നമുക്കിപ്പോൾ ഉള്ളത്? അല്ലല്ല, നമ്മളൊക്കെ വലുതായി കഴിഞ്ഞു അല്ലെ. അപ്പം നമ്മൾ വലുതാകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അസ്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, വികാസം സംഭവിക്കുന്നുണ്ട്. നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് അസ്ഥികളും വികാസം സംഭവിക്കുന്നുണ്ട്. കുട്ടിക്കാലത്തിലെയും കൗമാരത്തിലെയും വളർച്ച അസ്ഥിവ്യവസ്ഥയുടെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അസ്ഥികളിൽ കാൽഷ്യം എത്തിച്ചേരേണ്ടത് അസ്ഥികളുടെ കാഠിന്യവും ശക്തിയും ഉറപ്പുവരുത്താൻ അത്യാവശ്യമാണ്. അപ്പം അസ്ഥിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു മിനറലാണ് മക്കളെ ഏത്? കാൽഷ്യം അല്ലെ. കാൽഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല എന്താ പറയുക, പാലിൻ്റെ ഒക്കെ പരസ്യം ഉണ്ടാവും അല്ലെ, മിൽക്ക് പൗഡറുകളുടെ പല പരസ്യങ്ങളിലും കാൽഷ്യം റിച്ച് സപ്ലൈ എന്നൊക്കെ പറയും. അപ്പം കാൽഷ്യം എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ ഞണ്ടിന്റെ പുറന്തോടിൽ കാൽഷ്യം കാർബണേറ്റ് ഉള്ളത്. അപ്പൊ ആ കാൽഷ്യം ആ ഒരു ഞണ്ടിന്റെ പുറന്തോടിന് വളരെ ശക്തി കൊടുക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളായ പാലും പാലുൽപ്പന്നങ്ങളും തൈർ, വെണ്ണ, മത്സ്യങ്ങളും ഇലക്കറികളും ഈ പ്രായത്തിൽ ധാരാളം കഴിക്കേണ്ടതുണ്ട്. ആരാണ്? കുട്ടികളും കൗമാരത്തിലുള്ള ടീനേജേഴ്സ് അല്ലെ. നിങ്ങളിപ്പോ ടീനേജേഴ്സ് അല്ലേ, ടീനേജേഴ്സ് ഒക്കെ കൂടുതലായിട്ട് എന്ത് കഴിക്കണം എന്നാ പറയുന്നത്? എന്ത് കഴിക്കണം? പാല്, പാലുൽപ്പന്നങ്ങള്, വെണ്ണ, മത്സ്യങ്ങള്, ഇലക്കറികളെല്ലാം കഴിക്കണം. ഓക്കെ, കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് വിറ്റാമിൻ ആവശ്യമാണ്. അപ്പം കാൽസ്യം ആഗിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് വിറ്റാമിനാ? ഡി വിറ്റാമിൻ. വിറ്റാമിൻ ഡി വളരെ ആവശ്യമാണ്. അപ്പൊ കാൽഷ്യം ശരീരത്തിൽ ആഗിരണം ചെയ്യണമെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഡി വേണം. ത്വക്കിൽ സ്വാഭാവികമായി വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സൂര്യപ്രകാശമേൽക്കുന്നതിന് ഉതകുന്ന കളികളിൽ ഏർപ്പെടാം. നമുക്ക് സൂര്യപ്രകാശം നിങ്ങൾ ചെറുപ്പത്തിലേ പഠിച്ചു വരുന്നതായിരിക്കും. സൺലൈറ്റിൽ നിന്നും കിട്ടുന്ന വിറ്റാമിൻ അല്ലെങ്കിൽ സൺലൈറ്റിൽ കാരണം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. ബാക്കി എല്ലാ വിറ്റാമിനും നമ്മൾ ഭക്ഷണത്തിലൂടെ അല്ലേ വൈറ്റമിനും മിനറലൊക്കെ കിട്ടുന്നത്. പക്ഷേ വിറ്റാമിൻ ഡിയുടെ ഏറ്റവും നല്ലൊരു സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് കാരണം നമുക്ക് വിറ്റാമിൻ ഡി പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം? രാവിലത്തെ ഇളം സൺലൈറ്റ്, നല്ല കട്ടിയുള്ള നട്ടുച്ചയ്ക്ക് പൊരിവെയിലത്തൊന്നും പോയി നിൽക്കാൻ പാടില്ല. ഇളം വെയിലുള്ള സമയത്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 8 മിനിറ്റ് ഒക്കെ നമുക്ക് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റും. തുടക്കത്തിലുള്ള വെയിൽ കേട്ടോ, ഉച്ചയ്ക്കൊന്നും പോയിട്ട് സൂര്യാതാപം ഒന്നും ഏറ്റിട്ട് വരരുത്. ഓക്കെ, മുട്ട, കൊഴുപ്പുള്ള മത്സ്യം, മത്തി, അയല എന്നിവ വിറ്റാമിൻ ഡിയുടെ നല്ല
ഉറവിടങ്ങളാണ്. ഏതൊക്കെ സാധനങ്ങളാ? മുട്ട കഴിക്കാം, കൊഴുപ്പുള്ള മത്സ്യങ്ങൾ കഴിക്കാം, മത്തി കഴിക്കാം, അയല കഴിക്കാം. ഇതിലൊക്കെ എന്തുണ്ട്? വിറ്റാമിൻ ഡി ഉണ്ട്. അസ്ഥി വികാസത്തിന് പ്രോട്ടീൻ അത്യാവശ്യമായതിനാൽ ഇറച്ചി, ബീൻസ്, പയർ തുടങ്ങിയവ ആഹാരത്തിൽ സമൃദ്ധമായി ഉൾപ്പെടുത്താം. അപ്പൊ നമ്മുടെ അസ്ഥി വികസിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ ഏറ്റവും കൂടുതലുള്ള ഏതാ? ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ ഇറച്ചിയിലുണ്ട് അല്ലെ, പയറിലുണ്ട്, ബീൻസിലൊക്കെ എന്തുണ്ട്? നന്നായിട്ട് എന്തുണ്ട്? ഈ വേണ്ട അസ്ഥി വികാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ട്. പ്രായമാകുന്നതോടെ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നത് എല്ലുകളെ കൂടുതൽ ദുർബലമാക്കുകയും ഒടിവുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. നിങ്ങൾ കേട്ടില്ലേ, പ്രായമൊക്കെ ആവുന്ന സമയത്ത് ഒട്ടും പാലുണ്ടാവില്ല അല്ലെ, ഒന്ന് വീഴുമ്പോഴത്തേക്ക് ചിലപ്പം കൈയൊക്കെ ഒടിഞ്ഞിട്ട് പോകും അല്ലെ. അപ്പം പ്രായമാവുന്നതിനനുസരിച്ച് എല്ലുകൾ എന്താവാൻ തുടങ്ങും? ദുർബലമായിട്ട് ക്ഷീണിച്ച് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അസ്ഥികളുടെ ശോഷണം തടയുന്നതിൽ പോഷകാഹാരത്തിന് നിർണായക പങ്കുണ്ട്. അപ്പം അസ്ഥികള് പോഷിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്. അതിന് പോഷകാഹാരങ്ങൾക്ക് വളരെ വലിയൊരു പങ്ക് തന്നെയുണ്ട്. പേശികൾക്കൊപ്പം അസ്ഥികളും ചേർന്ന് പ്രവർത്തിക്കുന്നതിനാലാണ് ശരീരചലനം സാധ്യമാവുന്നത് എന്ന് മനസ്സിലാക്കിയല്ലോ. മറ്റെന്തെല്ലാമാണ് അസ്ഥികളുടെ ധർമ്മം? അപ്പം അസ്ഥികളുടെ ധർമ്മങ്ങള്, വേറെ എന്തെല്ലാം ധർമ്മങ്ങള് അസ്ഥികൾക്ക് ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തത് എന്താണ്? ഒരു ധർമ്മം എന്ന് പറയുന്നത് പേശികളും അസ്ഥികളും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ചലനം അല്ലെ, ശരീര ചലനം സാധ്യമാവുന്നുണ്ട്. വേറെ എന്തെല്ലാമാണ് അസ്ഥികളുടെ ധർമ്മം? അസ്ഥികള് നമ്മൾ പറഞ്ഞു അല്ലെ, ആന്തര അവയവങ്ങളുടെ സംരക്ഷണം. ശരിയല്ലേ? ആന്തര അവയവങ്ങളുടെ സംരക്ഷണം. എങ്ങനെയാ അസ്ഥികൾ ആന്തര അവയവങ്ങളുടെ സംരക്ഷണം? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ്? ഈ തലയോട്ടിയിലൊക്കെ ഉള്ളത് കൊണ്ടാണ്, ഈ അസ്ഥിയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ ഇവിടെ വാരിയലുകളൊക്കെ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ മാറലൊക്കെ ഉള്ളത് കൊണ്ടാണ് ശ്വാസകോശത്തെയും ഹൃദയത്തിലെയും ഒക്കെ അല്ലെ, പെട്ടെന്നൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അല്ലെ, പെട്ടെന്നൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ശ്വാസകോശത്തിനും ഹൃദയത്തിനും ഒന്നും പറ്റുന്നില്ല. ജസ്റ്റ് ആ എല്ല് പൊട്ടിയതിനു ശേഷം മാത്രമേ നമ്മുടെ വൈറ്റൽ പ്രധാനപ്പെട്ട അവയവങ്ങളായിട്ടുള്ള ഈ ശ്വാസകോശത്തിനും ഹൃദയത്തിനും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറ്റുന്നുള്ളൂ. വേറൊരു ധർമ്മം എന്ന് പറയുന്നത് രക്തകോശങ്ങളുടെ പ്രൊഡക്ഷൻ അല്ലെ, ഉൽപാദനം അല്ലെ. രക്തകോശങ്ങൾ ഉണ്ടാവുന്നത് ബോൺ മാരോയിലാണ് അല്ലെ, അസ്ഥി മജ്ജയിലാണ്. അപ്പം രക്തകോശങ്ങളെല്ലാം ഉണ്ടാവുന്നത് അത് ഉണ്ടാക്കുന്നത് ആരുടെ ധർമ്മമാണ്? അസ്ഥികളുടെ ധർമ്മമാണ്. ഇനിയുമുണ്ട് എന്താണ് അസ്ഥിയുടെ ധർമ്മം എന്ന്? ചലനമുണ്ട് അല്ലെ, ഏറ്റവും മോസ്റ്റ് ചലനമാണ് അല്ലെ, ചലനത്തിന് സഹായിക്കുന്നു. ആന്തരിക അവയവങ്ങളുടെ സംരക്ഷണമുണ്ട്, രക്തകോശങ്ങളുടെ ഉൽപാദനമുണ്ട്, മിനറലുകളുടെ സ്റ്റോറേജ് ഉണ്ട്. മിനറലുകളുടെ സ്റ്റോറേജ് എന്താണ്? നമ്മുടെ ശരീരത്തിൽ കുറെ കാൽഷ്യം ഉള്ളപ്പോൾ ഈ കാൽഷ്യം എന്ന് പറയുന്ന ഒരു മിനറൽ അല്ലേ, ഈ കാൽഷ്യം വന്നിട്ട് അസ്ഥികളിലാണ് ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ കാൽഷ്യം കുറയുന്ന സമയത്ത് നേരെ അസ്ഥികൾ, അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ കാൽഷ്യത്തിനെയും മിനറൽസിനും ഒക്കെ എന്ത് ചെയ്യും? കൊടുക്കുകയും ചെയ്യും. അപ്പം മിനറലുകളുടെ സ്റ്റോറേജ് അസ്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. പിന്നെ ഉണ്ട് അല്ലെ, നമുക്ക് ആകൃതി നൽകുന്നതിൽ അസ്ഥികൾക്ക് പങ്കുണ്ട് അല്ലെ. ആകൃതി നൽകുന്നു, ശരീരത്തിന് ആകൃതി നൽകുന്നു അല്ലെ. ഈ അസ്ഥികൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല അല്ലെ, എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഇനിയും ഒരുപാട് അല്ലെ, ഹോർമോണൽ ലെവലിലാണെങ്കിലും പല കാര്യങ്ങളില് അസ്ഥികള് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അസ്ഥികളുടെ ധർമ്മത്തിൽ എന്തൊക്കെയാണ്? ചലനത്തിന് സഹായിക്കുന്നുണ്ട്, ആന്തരിക അവയവങ്ങളുടെ സംരക്ഷണത്തിന് സഹായിക്കുന്നുണ്ട്, രക്തകോശങ്ങളുടെ ഉൽപാദനത്തിന് സഹായിക്കുന്നുണ്ട്, മിനറലുകളുടെ സ്റ്റോറേജിന് സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശരീരത്തിന് ആകൃതി നൽകുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത ശരീരത്തെ എങ്ങനെ ബാധിക്കും?
വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ എന്താണ്? ഒന്നാമത്തെ കാര്യം കാൽഷ്യം അല്ലെ, കാൽഷ്യം കിട്ടത്തില്ല. അപ്പൊ കാൽഷ്യം വേണം, വൈറ്റമിൻ ഡി. അപ്പം കാൽഷ്യം അബ്സോർപ്ഷനെ ബാധിക്കും. അതുപോലെ തന്നെ വിറ്റാമിൻ ഡി കാരണം എല്ലുകൾക്ക് എന്തുണ്ടാവില്ല? കാൽഷ്യം ഇല്ലെങ്കിൽ എല്ലുകൾക്ക് എന്തുണ്ടാവില്ല? ശക്തി ഉണ്ടാവില്ല. അപ്പം എല്ലുകളുടെ തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും. അങ്ങനെ ബലക്കുറവ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിറ്റാമിൻ ഡി കാരണം ഉണ്ടാവുന്ന ഒരു രോഗമുണ്ട്, റിക്കറ്റ്സ് എന്ന് പറയും അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ റിക്കറ്റ്സ്? ഓസ്റ്റിയോമലേഷ്യ. അപ്പൊ ഇത്തരം രോഗങ്ങൾ, അതുപോലെ തന്നെ ഉണ്ടാവുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. അപ്പം റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ, ഓസ്റ്റിയോപോറോസിസ് ഇതെല്ലാം എന്താണ്? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത കാരണം ഉണ്ടാവുന്ന ചില അസുഖങ്ങൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പേശികളും വ്യായാമവും എന്നൊരു ടോപ്പിക്കാണ്. പേശികളും വ്യായാമവും. ഓക്കെ, ചലനത്തിലൂടെ പേശീകോശങ്ങളുടെ സജീവത ഉറപ്പാക്കാം. വ്യായാമം പേശികളെ ദൃഢമാക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും അല്ലെ. വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാ. വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ പേശികൾക്ക് ദൃഢത കിട്ടും, ഒരു സ്ഥിരത കിട്ടും അല്ലെ, കുറച്ചും കൂടി ബലം കിട്ടും. അപ്പം വ്യായാമം ചെയ്യുന്നത് നല്ലൊരു ശീലമാണ്. വ്യായാമം ശരീരത്തിന് ഏതെല്ലാം രീതിയിൽ പ്രയോജനപ്പെടുന്നു? നിങ്ങൾ ഈ ചാർട്ട് നോക്കിയാൽ തന്നെ നമുക്കത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്താണ് വ്യായാമം ശ്വാസകോശത്തില് എന്തൊക്കെ ഗുണങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് അടുത്ത ക്വസ്റ്റ്യൻ. ശ്വാസകോശത്തില് വ്യായാമം വൈറ്റൽ കപ്പാസിറ്റി കൂടാൻ കാരണമാവുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താ മിസ് ഈ വൈറ്റൽ കപ്പാസിറ്റി? അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കാം. എന്താ വൈറ്റൽ കപ്പാസിറ്റി എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ശ്വാസകോശത്തില് വൈറ്റൽ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വ്യായാമം സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശ്വാസകോശം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രൈമറി എയിം എന്ന് പറയുന്നത് എന്താണ്? ശ്വാസകോശം എന്തിനു വേണ്ടിയിട്ടാണ്? വാതക വിനിമയം നടക്കണം അല്ലെ. നമുക്ക് ശരീരത്തിലേക്ക് ഓക്സിജനെ കിട്ടിയിട്ട് നമ്മുടെ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യണം? ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയണം. അതിനാണ് നമുക്ക് വാതക വിനിമയം, അതിനാണ് നമുക്ക് ശ്വാസകോശമുള്ളത്. അപ്പം നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഈ ശ്വാസകോശങ്ങളുടെ വൈറ്റൽ കപ്പാസിറ്റി കൂടിയിട്ട് ഈ വാതക വിനിമയം എന്താകും മക്കളെ? കാര്യക്ഷമമായിട്ട് നടക്കും. പിന്നെ കൈകാലുകൾക്ക് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ബലം വർദ്ധിക്കും അല്ലെ, ബലം വർദ്ധിക്കും. നന്നായിട്ട് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ കൈകാലുകൾക്ക് ബലം കിട്ടും. അതുപോലെ തന്നെ പേശികൾക്കും അസ്ഥികൾക്കും എന്ത് കിട്ടും? ബലവും സ്ഥിരതയും ദൃഢതയും നൽകും. ഇതാണ് പേശികൾക്കും അസ്ഥികൾക്കും സ്ഥിരതയും ദൃഢതയും നൽകും. പേശികൾക്കും അസ്ഥികൾക്കും സ്ഥിരതയും ദൃഢതയും നൽകുന്നു. ഇനി ഹൃദയവും രക്തക്കുഴലുകൾക്കും വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ, ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഗുണമുള്ളതെന്ന് അറിയോ നിങ്ങൾക്ക്? രക്തസമ്മർദ്ദം കുറയ്ക്കാൻ കാരണമാവുന്നു. എന്താണ്? അതുപോലെ തന്നെ രക്തക്കുഴലിന്റെ വികാസത്തിനും കൂടുതൽ ഓക്സിജൻ, കൂടുതൽ പോഷകങ്ങളെ സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. കൂടുതൽ ഓക്സിജന്റെയും പോഷകങ്ങളുടെയും സംവഹനം. അപ്പം ഇതാണ് ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും വ്യായാമം കാരണം ഉണ്ടാകുന്നത്. അപ്പൊ വ്യായാമം ശ്വാസകോശങ്ങളിൽ വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു, വാതക വിനിമയം കാര്യക്ഷമമാകുന്നു, കൈകാലുകൾക്ക് ബലം വർദ്ധിക്കുന്നുണ്ട്, അസ്ഥികൾക്കും പേശികൾക്കും സ്ഥിരതയും ദൃഢതയും നൽകുന്നുണ്ട്, ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും രക്തസമ്മർദ്ദം കുറയ്ക്കാനൊക്കെ ഈ ഒരു വ്യായാമം സഹായിക്കുന്നുണ്ട്.
അപ്പൊ നമ്മള് ശ്വാസകോശത്തില് വൈറ്റൽ കപ്പാസിറ്റി കൂട്ടുന്നു പറഞ്ഞു അല്ലെ. ശ്വാസകോശത്തിന്റെ വൈറ്റൽ കപ്പാസിറ്റി കൂട്ടുന്നു പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണ് ഈ വൈറ്റൽ കപ്പാസിറ്റി, റൈറ്റ്? സോ നമ്മൾ അതാണ് അടുത്തത് നോക്കുന്നത്. വൈറ്റൽ കപ്പാസിറ്റി എന്താണ്? ഗാഠമായ ഉച്ഛ്വാസത്തിനു ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വായുവിന്റെ ആകെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. നമ്മൾ ഗാഠമായിട്ടൊരു നീണ്ടൊരു ഉച്ഛ്വാസം എടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് എന്താണ് ഭയങ്കര ഫോഴ്സ്ഫുള്ളി ശക്തമായിട്ട് നിശ്വസിക്കും എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുന്ന സമയത്ത് അതിലുള്ള പുറത്തു വിടുന്ന വായുവിന്റെ അളവ് എത്ര വായുവാണ്. നമ്മൾ മാക്സിമം ഗാഠമായിട്ട് ഉച്ഛ്വാസം നടത്തി ശക്തമായിട്ട് നിശ്വാസം നടത്തുമ്പോൾ എത്ര അളവ് വായു പോയി, അതാണ് നമ്മുടെ ശ്വാസകോശത്തിന്റെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റൽ കപ്പാസിറ്റി. നമ്മൾ മാക്സിമം ബ്രീത്ത് ഇൻ ചെയ്യുന്നു, നമ്മൾ മാക്സിമം ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. എത്രയാണോ നമ്മൾ പുറത്തേക്ക് വിടുന്നത് അതിന്റെ അളവാണ് ഈ പറയുന്ന വൈറ്റൽ കപ്പാസിറ്റി. ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ കഴിയുന്ന പരമാവധി വായുവിന്റെ അളവാണ് ഇത് അല്ലെ. നമ്മൾ മാക്സിമം ഇൻഹെയിൽ ചെയ്തു അല്ലെ. അപ്പൊ ഒരു വ്യക്തിക്ക് മാക്സിമം എത്ര ശ്വസിക്കാൻ പറ്റുമോ ആ ഒരു അളവാണ് അല്ലെ. ഒരാൾക്ക് മാക്സിമം എത്ര ശ്വസിക്കാൻ പറ്റുമോ ആ ഒരു അളവാണ് വൈറ്റൽ കപ്പാസിറ്റി വഴി നമുക്ക് കാണിച്ചു തരുന്നത്. വ്യക്തിയുടെ ശ്വസനാരോഗ്യത്തിന്റെ അളവ് കൂടിയാണ് ഇത്. ഒരാളുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം അല്ലെ, ഹെൽത്തി ശ്വാസകോശമാണോ ഹെൽത്തി ലങ്സ് ആണോ എന്നതിന്റെ ഒരു അളവുകോലാണ് നമ്മൾ ഈ പറയുന്ന വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ അളവ് നമ്മുടെ ഈ വൈറ്റൽ കപ്പാസിറ്റി എടുത്ത് നോക്കുന്ന സമയത്ത് പുരുഷന്മാരിൽ 4.5 ലിറ്ററും സ്ത്രീകളിൽ 3 ലിറ്ററുമാണ്. പുരുഷന്മാരിൽ വൈറ്റൽ കപ്പാസിറ്റി എത്രയാണ്? 4.5 ലിറ്റർ, 4.5 ലിറ്റർ ആണ്. സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 3 ലിറ്റർ ആണ്. പുരുഷന്മാർക്ക് കൂടുതൽ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സ്ത്രീകളെ അപേക്ഷിച്ച്. അതാണ് ഈ വാല്യൂസ് കാണിക്കുന്നത് അല്ലെ. ഒരാളുടെ ശ്വാസകോശത്തിന്റെ അളവ് കോലാണ്, അയാളുടെ ആരോഗ്യത്തിന്റെ അളവ് കോലാണ് ഈ പറയുന്ന വൈറ്റൽ കപ്പാസിറ്റി. മെയിൽസിന് പുരുഷന്മാർക്ക് 4.5 ലിറ്റർ ആണ്, സ്ത്രീകൾക്ക് 3 ലിറ്റർ ആണ്. വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നത് ശ്വാസകോശ രോഗങ്ങളുടെ സൂചനയാവാം അല്ലെ. വൈറ്റൽ കപ്പാസിറ്റി കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുടെ സൂചനയാവാനും സാധ്യതയുണ്ട്. അസ്ഥികളുടെയും പേശികളുടെയും വിശ്രമമില്ലാതെയുള്ള അമിതമായ പേശി പ്രവർത്തനം പേശികളെ ദോഷകരമായി ബാധിക്കും. പേശികളെ പോലെ അസ്ഥികൾക്കും പരുക്കുകൾ സംഭവിക്കാം. അപ്പം നമ്മൾ വിശ്രമമില്ലാതെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അസ്ഥികൾക്കും എന്ത് സംഭവിക്കാറുണ്ട്? എന്തെങ്കിലുമൊക്കെ അസുഖം അല്ലെ, പനി, ചുമ, ജലദോഷം എന്നൊക്കെ പറയുന്ന പോലെ അസ്ഥികൾക്കും എന്തെങ്കിലുമൊക്കെ രോഗം വരാറുണ്ട്. അപ്പം ആ രോഗങ്ങളെ പറ്റിയിട്ട് ഇനി നമുക്ക് അടുത്ത സെഷനിൽ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ഇതുവരെ? നമ്മൾ അസ്ഥിസന്ധികളെ പറ്റി പരിചയപ്പെട്ടിട്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണെന്ന് നമ്മൾ പറഞ്ഞു. സന്ധിയുടെ ഘടന നമ്മൾ പറഞ്ഞു. ലിഗമെന്റ് ഉണ്ട്, ക്യാപ്സ്യൂൾ ഉണ്ട്, തരുണാസ്ഥി ഉണ്ട്, സൈനോവിയൽ സ്ഥലത്തിൽ സൈനോവിയൽ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സൈനോവിയൽ ദ്രവമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഘർഷണം, രണ്ട് അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നത് ഒന്ന് എല്ലിന്റെ അറ്റത്തുള്ള അസ്ഥിയുടെ അറ്റഭാഗത്തുള്ള എന്താണ് തരുണാസ്ഥി, രണ്ട് സൈനോവിയൽ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സൈനോവിയൽ ദ്രവം. ഇത് രണ്ടും കാരണമാണ് ഘർഷണം കുറയുന്നത്. ഇനി ധർമ്മം അല്ലെ, ഓരോന്നിന്റെയും ധർമ്മം അനുസരിച്ച് പല തരത്തിലുള്ള അസ്ഥി സന്ധികൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഗോളര സന്ധിയുണ്ട്, വിജാഗിരി സന്ധിയുണ്ട്, കീലസന്ധിയുണ്ട്, തെന്നി നീങ്ങുന്ന സന്ധിയുണ്ട്. അപ്പം ആ 4 സന്ധികളെ പറ്റിയിട്ടും അതിൻ്റെ സവിശേഷതകളും അതിൻ്റെ ഉദാഹരണങ്ങളും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മുടെ ശരീര വളർച്ച അല്ലെ, കൗമാരക്കാരായിട്ടുള്ള ആൾക്കാർ, കുട്ടികൾ ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണം അല്ലെ, കാൽഷ്യം കൂടിയ അളവിൽ കഴിക്കേണ്ടത് ഉണ്ട്. പാലുൽപ്പന്നങ്ങൾ, വെണ്ണ, തൈരൊക്കെ കഴിക്കണം. പിന്നെ വിറ്റാമിൻ ഡിയുടെ ആവശ്യകതയെ പറ്റി പറഞ്ഞു. വിറ്റാമിൻ ഡിയുടെ ഉറവിടങ്ങൾ ഏതൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? മുട്ട വേണം, കൊഴുപ്പുള്ള മത്സ്യം, മത്തി, അയല,
ഒക്കെ കഴിച്ചാലാണ് വിറ്റാമിൻ ഡി കൂടുതൽ കിട്ടുക. അതുപോലെ തന്നെ അസ്ഥിയുടെ വികാസത്തിന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ കൂടിയ അളവിലുള്ള ആഹാരങ്ങൾ കഴിക്കണം. ഏതിലാ പ്രോട്ടീൻ കൂടുതലുള്ളത്? പയറുവർഗ്ഗങ്ങളിലുണ്ട്, ബീൻസിലുണ്ട്, ഇറച്ചിയിലുണ്ട്. ഇതെല്ലാം പ്രോട്ടീൻ കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങളാണ്. ഇതെല്ലാം നമ്മൾ കഴിക്കണം. പ്രത്യേകിച്ച് ടീനേജേഴ്സ് ഒക്കെ കഴിക്കണം. പ്രായമാവുന്ന സമയത്ത് നമുക്ക് ഈ എല്ലുകൾക്കൊക്കെ ബലക്ഷയം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നീട് രോഗങ്ങൾ വരികയും ചെയ്യും. അപ്പൊ അതിന് നമ്മളൊരു മുൻകരുതൽ പോലെ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വിറ്റാമിൻ ഡിയുടെ അളവൊക്കെ നമ്മൾ സൂക്ഷിച്ചു. അതുപോലെ തന്നെ വെയിൽ കൊള്ളുന്നതും നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? അസ്ഥിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ചലനത്തിന് സഹായിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളുടെ സംരക്ഷണം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ധർമ്മമായിരുന്നു. രക്തകോശങ്ങളുടെ ഉൽപാദനം, മിനറലുകളുടെ സ്റ്റോറേജ്, അതുപോലെ തന്നെ ശരീരത്തിന് ആകൃതി നൽകുന്നു. പിന്നെ നമ്മൾ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത കാരണം ശരീരത്തിന് ഉണ്ടാകുന്ന അവസ്ഥകളെ പറ്റി ചോദിച്ചു. ഓസ്റ്റിയോപോറോസിസ് പറഞ്ഞു, റിക്കറ്റ്സ് പറഞ്ഞു, അതുപോലെ തന്നെ ഓസ്റ്റിയോമലേഷ്യ ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ വ്യായാമവുമായിട്ടുള്ള വിവിധ ശരീരഭാഗങ്ങളുടെ ഗുണങ്ങൾ, വ്യായാമം ചെയ്താൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ. ശ്വാസകോശത്തിന് എന്ത് ഗുണങ്ങളാ കിട്ടുക? ശ്വാസകോശത്തിന്റെ വൈറ്റൽ കപ്പാസിറ്റി കൂടും. അതുപോലെ തന്നെ കുറച്ചും കൂടി വാതക വിനിമയം കാര്യക്ഷമമാക്കും. കൈകാലുകൾക്ക് ബലം വർദ്ധിക്കും. പേശികൾക്കും അസ്ഥികൾക്കും സ്ഥിരതയും ദൃഢതയും കിട്ടും. ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും. അമിത രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ പോഷക ഘടകങ്ങളുടെയും ഓക്സിജന്റെയും സംവഹനം നടക്കുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റിയെ പറ്റി പറഞ്ഞു. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? വൈറ്റൽ കപ്പാസിറ്റി, യെസ്, ഇതൊരു വ്യക്തിയുടെ ശ്വസനാരോഗ്യത്തിന്റെ അളവ് കൂടിയായിട്ടുള്ള വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഗാഠമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വായുവിന്റെ ആകെ അളവാണെന്ന് നമ്മൾ പറഞ്ഞു. പുരുഷന്മാരിൽ 4.5 ലിറ്റർ ആണ്, സ്ത്രീകളിൽ 3 ലിറ്റർ ആണ്. വൈറ്റൽ കപ്പാസിറ്റി കുറഞ്ഞു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖത്തിന്റെ സൂചനയാവാനുള്ള ഒരു സാധ്യതയും നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തരം അസ്ഥികൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരാറുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാറുണ്ടോ, അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ്. അത് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.